കഴിഞ്ഞ ദിവസം യുവാവിനെ അറസ്റ്റ് ചെയ്ത സംഭവമാണെങ്കിൽ തന്നെ കോഴിക്കോട് ജില്ലയിൽ 5000-ലധികം ആളുകൾ ഇതിൽ പണം നിക്ഷേപിച്ചിട്ടുണ്ടെന്ന് പറയുന്നു. ആയിരക്കണക്കിന് കോടികൾ രൂപയുടെ തട്ടിപ്പാണ് ഇത് നടന്നിട്ടില്ലെന്ന് പോലീസ് തന്നെ പറയുന്നു. ഇതിൻ്റെ ഭാഗമായി സന്നദ്ധ സംഘടനകളെ കൂട്ടുപിടിച്ചിട്ടുണ്ട്, അവർ പണം പിരിക്കാൻ നേതൃത്വം കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നു. ഇപ്പോൾ നേരത്തെ സാർ സൂചിപ്പിച്ചതുപോലെ ജോൺസൺ മൗങ്കലിൻ്റെ ഒക്കെ കേസിൽ ഇങ്ങനെയുള്ള വലിയ സെലിബ്രിറ്റികളും പബ്ലിക് ഫിഗറുകളൊക്കെ ഇവരുടെ ഭാഗമാണ്. ഇവരെ വിശ്വസിച്ച് പാവപ്പെട്ട ജനങ്ങൾ ഇതിൽ പണം നിക്ഷേപിക്കാൻ തയ്യാറാകുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നുണ്ട് എന്നുള്ളൊരു ബോധം നമ്മൾ കൊടുത്താൽ തന്നെ ഒരുപാട് ഇങ്ങനെ നിക്ഷേപാവസരങ്ങൾ മുന്നിൽ വരുമ്പോൾ ഇതിൽ നിന്ന് തട്ടിപ്പ് ഏത്, തട്ടിപ്പല്ലാത്തത് ഏത്, ഇത് തിരിച്ചറിയാനുള്ളൊരു അടിസ്ഥാന മാർഗ്ഗങ്ങൾ എന്തൊക്കെയാണ്? യഥാർത്ഥത്തിൽ തട്ടിപ്പ് ഏത്, തട്ടിപ്പല്ലാത്തത് ഏത് എന്ന് പെട്ടെന്ന് ഇപ്പോൾ ഈ മുന്നിൽ നിൽക്കുന്ന അല്ലെങ്കിൽ കൂടെ ഉണ്ടായിരുന്ന, ഇപ്പോൾ ഈ കേസിലും ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്ന കുറച്ച് പബ്ലിക് ഫിഗേഴ്സിനെ, അത് രാഷ്ട്രീയക്കാരും ഉണ്ടാവും അല്ലാത്തവരും ഒക്കെ ആയിട്ടുണ്ടാവും. അവരൊക്കെ ഇതിൻ്റെ കൂടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇവരുടെ കൂടെ തട്ടിപ്പിന് എന്നല്ല, അവരുടെ പല സംരംഭങ്ങൾക്കും അവർ കൂടെ ഉള്ള ചിത്രങ്ങൾ അവർക്ക് കാണിക്കാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു എന്നതാണ് മനസ്സിലാക്കുന്നത്. ഈ ആളുകൾ യഥാർത്ഥത്തിൽ ഇൻവെസ്റ്റ്മെൻറ്റ് മേഖലയിൽ വലിയ വിവരമുള്ള ആളുകളായിരിക്കണമെന്നില്ല, പബ്ലിക് ഫിഗേഴ്സ് ആയിരിക്കാം, അതത് മേഖലയിൽ അവരൊക്കെ എക്സ്പേർട്സ് ആയിരിക്കാം. അപ്പോൾ ഇവരെ ഉപയോഗപ്പെടുത്തിയിട്ട് ഇവരുണ്ടല്ലോ അതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് എന്നാണ് പറയുന്നത്. പക്ഷേ ആ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന ആംഗിളിൽ ഈ ഒരു സംരംഭത്തെ അളക്കാൻ ഇവർ പ്രാപ്തരാണോ? മിക്ക ആളുകൾക്കും യഥാർത്ഥത്തിൽ പബ്ലിക് ഫിഗേഴ്സ് ആണെങ്കിലും അവർക്കും ഇതറിയാതെ ചെന്ന് പെടുന്നതാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ അറിഞ്ഞുകൊണ്ടൊരു തട്ടിപ്പിന് കൂട്ടുനിൽക്കുന്നത് വളരെ അപൂർവമായിട്ടുള്ള കേസുകൾ മാത്രമേ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെ കണ്ടിട്ട് മാത്രം അതിലൊന്നും പോയിട്ട് വികരുതെന്നാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ളത്, ഇൻവെസ്റ്റ്മെൻ്റ് ആണ് എങ്കിൽ സ്വാഭാവികമായിട്ടും ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് പിന്നിൽ കൃത്യമായ അസറ്റുകളുണ്ടോ, അതിൻ്റെ ഡോക്യുമെൻറ്റ്സ് ഉണ്ടോ, ആ ഡോക്യുമെൻറ്റ്സൊക്കെ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ നോക്കാനൊരു പക്ഷേ ഇൻവെസ്റ്റ് ചെയ്യുന്ന ആൾക്ക് അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു കൃത്യമായിട്ട് അതിൻ്റെ എക്സ്പേർട്സിനെ കൊണ്ട് അതിനെ നോക്കിപ്പിച്ച്. വേറൊരു കാര്യം കൂടിയുണ്ട്, ഒരു ബിസിനസ് പുതിയ സംരംഭം തുടങ്ങുന്നു എങ്കിൽ ആ സംരംഭം തുടങ്ങുന്ന ആൾക്ക് ആ മേഖലയിൽ കൃത്യമായ അറിവുണ്ടോ എന്നുകൂടെ നോക്കൽ ഇക്കാലത്ത് പ്രധാനമാണ്. അപ്പോൾ പുതിയൊരു സംരംഭം ചിലപ്പോൾ അത് ഒരു ബന്ധമില്ലാത്ത മേഖലയിൽ വരുന്ന ബിസിനസ്സുകൾ മിക്കവാറും ഒന്നെങ്കിൽ മിസ്മാനേജ്ഡ് ആയിരിക്കാം, ചിലതൊക്കെ തട്ടിപ്പുമായിരിക്കാം. അപ്പോൾ ഈ രണ്ട് രൂപത്തിൽ ഒന്നെങ്കിൽ എക്സ്പേർട്സിനെ കുറിച്ച് അതിന് അഭിപ്രായങ്ങളൊക്കെ ചോദിച്ചിട്ട് വേണം ഇങ്ങനെ ഒരു നിക്ഷേപത്തിൻ്റെ ഡിസിഷൻ എടുക്കാൻ എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തത്, ഇതുമായിട്ട് ചേർന്ന് നിൽക്കുന്ന എന്ന് പറയുന്ന ആളുകൾ ഈ മേഖലയിൽ ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെ അത് കറക്റ്റാണോ അല്ലേ എന്ന് നോക്കാൻ മാത്രം കപ്പാസിറ്റി ഉള്ളവരാണോ എന്നുകൂടെ അഷ്യൂർ ചെയ്യുക എന്നുള്ളതും കൂടെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ചിലപ്പോൾ വലിയ ഉദ്യോഗസ്ഥൻ അതിൽ മുന്നിലുണ്ട് എന്നതുകൊണ്ട് അയാൾക്കിത് നോക്കാൻ അറിവുണ്ട് എന്ന് വിചാരിക്കേണ്ടതില്ല. അപ്പോൾ ഈ ഒരു മേഖലയിൽ ഇപ്പോൾ ഏതാണെങ്കിലും അതിൻ്റെ ബാലൻസ് ഷീറ്റ് നോക്കാൻ, അൾട്ടിമേറ്റ്ലി ഒരു സ്ഥാപനത്തിൽ നിന്ന് പ്രോഫിറ്റ് ഷെയർ കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ സ്ഥാപനത്തിൻ്റെ വരവ് ചിലവ് കണക്കുകളും അതിൻ്റെ ബാലൻസ് ഷീറ്റും നോക്കാൻ, ആസ്തിയൊക്കെ നോക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരാൾ അത് റിവ്യൂഡ് ആണ് എന്ന് അഷ്യൂർ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിൽ എക്സ്പേർട്ടിനെ കൊണ്ട് നോക്കിപ്പിക്കുക, അല്ലെങ്കിൽ എക്സ്പേർട്സ് അതിൻ്റെ കൂടെ ഉണ്ട് എന്ന് അഷ്യൂർ ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.